നമ്മൾ വിജയ രക്ഷകൻ എന്ന് പറഞ്ഞ് കളിയാക്കുമെങ്കിലും ആ ഒരു മാസം അത് വിജയണ്ണം പറഞ്ഞപ്പോൾ ഞാൻ സഹിച്ചു. ഇത് വല്ലാത്തൊരു അപരാധമായി. ഇപ്പം പറഞ്ഞ പോലെ 2 ദിവസം തന്നെ ഓടുള്ളൂ, അതിൽ കൂടുതൽ ഓടുന്ന എനിക്ക് തോന്നുന്നില്ല. ലാസ്റ്റ് ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര അപരാധമായിരുന്നു. വിജയുടെ അത് വന്നിട്ടില്ല ഇതില്. സൽമാൻ ഖാൻ भी आई लव यू बहुत अच्छा मूवी है. छोटा एक बच्चा था. I love you Varun Dhawan so much. വലിയ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നല്ലൊരു റീമേക്ക് പ്രതീക്ഷിച്ച് വന്നതാണ്. തെരിയുടെ കുറെ അവര് മാറ്റിയിട്ടുണ്ട്, കുറെ അവരായിട്ട് തന്നെ ആഡ് ചെയ്ത്. ലാസ്റ്റ് ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര അപരാധമായിരുന്നു. അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ തെരിയിൽ നമുക്ക് കുറെ മാസ് സീൻസ് ഉണ്ടല്ലോ, ഇതൊന്നും തോന്നത്തില്ല. ഞാൻ തുടക്കം തൊട്ടേ ഒന്നും തോന്നാണ്ട് ഭയങ്കര പ്ലെയിൻ ആയിട്ട് പോകുമായിരുന്നു. സിനിമ അവര് തെറിയിൽ എന്താണോ കാണിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഇതിലുള്ള സീൻ ബൈ സീൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിജയ രക്ഷകൻ എന്ന് പറഞ്ഞ് കളിയാക്കുമെങ്കിലും ആ ഒരു മാസ് എലിവേറ്റ് ചെയ്ത് കാണിക്കാൻ വിജയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഇതിപ്പോൾ വരുന്നവൻ്റെ സൗണ്ട് മോഡുലേഷൻ ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. നമുക്ക് ആ ഒരു ഗൂസ് ബംസ് മൊമെൻ്റ് ഒന്നും കിട്ടണില്ല. അവർ ചെറിയ അവിടെ ഇവിടെയൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ക്യാമിയോ ആയിട്ട് ലാസ്റ്റ് ഒരാളുണ്ട്. ഓവറോൾ ജസ്റ്റ് ഒരു റീമേക്ക്, നമുക്ക് എക്സ്പെക്ട് ചെയ്ത് തിയേറ്ററിൽ കാണണമെന്നൊന്നുമില്ല. പടം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തെരിയൊക്കെ കണ്ടിട്ട് വരുന്ന ഒരു ഇതുകൊണ്ടാണ് എനിക്കറിയത്തില്ല. വിജയ് ചെയ്ത വെച്ച മാസ് സ്വാഗമൊന്നും ശരിക്കും വരുൺ ധവാനെ കൊണ്ട് പറ്റുന്നില്ല. വരുൺ ധവാൻ ഒരു റീപ്ലേസ്മെൻ്റ് ആണെന്ന് കണ്ടാൽ മനസ്സിലാവും, പക്ഷേ അത് വർക്കൗട്ട് ആയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വരുൺ ധവാൻ്റെ പോർഷൻസ് ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. ബിജിഎമ്മും ആ ഒരു ഒറ്റ ബിജിഎം മാത്രമാണ് എനിക്ക് അതിനകത്ത് നന്നായിട്ട് തോന്നിയത്. ബാക്കി പാട്ടും ബിജിഎമ്മും എല്ലാം തദൈവയാണ്, വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ അവസാനം ക്യാമിയോ വന്നു കഴിയുമ്പോഴത്തേക്കും പടത്തിൻ്റെ റേഞ്ച് തന്നെ മാറും. നമ്മൾ കൊടുത്ത കാശിന് വർത്താവും. ആ 10 മിനിറ്റിന് വേണ്ടിയിട്ട് മാത്രം വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വരാം, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പടത്തിന് കാണാൻ വേണ്ടി വരാൻ മാത്രമൊന്നും ഇല്ല. പറഞ്ഞ പോലെ 2 ദിവസം തന്നെ ഓടുള്ളൂ, അതിൽ കൂടുതൽ ഓടുന്ന എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ തമിഴ് പടങ്ങളെ കൊണ്ട് വധിക്കുന്നതിൻ്റെ ഒരു ലെവൽ കൂട്ടി മലയാളത്തിനെയും കൂടെ വധിച്ചിട്ടുണ്ട്. ഇതിൽ മലയാളം കൂടെ പറഞ്ഞ് കുളമാക്കി വെച്ചിട്ടുണ്ട്. അത് വിജയണ്ണം പറഞ്ഞപ്പോൾ ഞാൻ സഹിച്ചു. ഇത് വല്ലാത്തൊരു അപരാധമായിപ്പോയി, എനിക്കൊന്നും പറയാനില്ല ഇതിൽ. മറ്റു വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇമോഷൻസ് ഒന്നും ക്യാച്ചപ്പ് ചെയ്യാനേ പറ്റുന്നില്ല. ഒന്നും കണക്ട് ആവാത്ത പോലെ തോന്നുന്നു. വിജയുടെ അത് വന്നിട്ടില്ല ഇതില്. ആക്ടിംഗ് ഒക്കെ കൊള്ളാം, പക്ഷേ സ്റ്റിൽ അതുപോലെ എത്തിയിട്ടില്ല. ഒന്നും ഇങ്ങോട്ട് എത്തുന്നില്ലായിരുന്നു. मूवी अच्छा है भैया, एक्टिंग भी बढ़िया है, मतलब देख के मजा आया है. नाइस मूवी है. मूवी अच्छा है, आधा अच्छा नहीं है फिर भी थोड़ा देखने में है. पहले का हम लोग थेरी देखा है, उसका सेम है हिंदी वर्जन, वही है. एक्टिंग है मैक्सिमम अच्छा है. विजय सेतुपति का ऐसा नहीं, विजय थलपति का ऐसा नहीं है एक्टिंग. थलपति विजय का जैसे एक्टिंग नहीं है, ऐसे ठीक ठाक. ठीक है अच्छा मूवी കുഴപ്പമില്ല, അത് കൊള്ളാം. നമ്മളെ വിജയൻ്റെ അത് കണക്ക് ലാസ്റ്റ് മാത്രമേ ഇത്തിരി വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ കാണുമ്പോൾ ഭയങ്കര എന്താണ്, സൽമാൻ ഖാൻ വന്നപ്പോഴും അത്ര ഒന്നും ഇല്ലായിരുന്നു, എന്നാലും അത്യാവശ്യം കൊള്ളാം. ആവശ്യം ലാസ്റ്റ് ആണ് വരുന്നത്, അപ്പോൾ വലുതായിട്ടൊന്നുമില്ല. സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും, അത്ര ഒന്നുമില്ല. വരുൺ ധവാൻ വിജയനെ കണക്ക് അഭിനയിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. കീർത്തി കുഴപ്പമില്ല, അധികം ഇതൊന്നുമില്ല. നമ്മളെ തെറിയ കണക്ക് തന്നെ ചെറിയ റോളാണ്, പക്ഷേ ലാസ്റ്റ് സല്ലുബായി വന്നപ്പോൾ കൊള്ളാം. പടം കൊള്ളാം, നല്ല പടം. റീമേക്ക് ആണെന്നുണ്ടെങ്കിലും സ്റ്റോറി എല്ലാം ഡിഫറൻ്റ് ആണ്, തെറി പോലെയല്ല. കുറച്ച് സ്ക്രീൻ പ്ലേ കാര്യങ്ങൾ മാത്രമേ തെറിയുടെ ആ ഒരു ഇത് പറഞ്ഞുള്ളൂ, പക്ഷേ സ്ക്രീൻ പ്ലേ ഒക്കെ നല്ല ചേഞ്ചസ് ആണ്. പിന്നെ വരുൺ ധവാനും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ട് ക്ലൈമാക്സിൽ. ഞാൻ സത്യം പറഞ്ഞാൽ വിജയ് ആരാധകനോ അറ്റ്ലി ആരാധകനോ ആയതുകൊണ്ടാണ് ഈ പടം കാണാൻ വേണ്ടി വന്നത്. വിജയ് എന്നുള്ള ഒരു ഇതിൽ മിസ്സിംഗ് ഉണ്ട്, പക്ഷെ എന്നാലും അവർ ആ ഹിന്ദിക്ക് വേണ്ടി റീമേക്ക് ചെയ്തെടുത്തതിൻ്റെ ഒരുപാട് മാറ്റവും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പടം കൊള്ളാം. ചെറിയൊരു ബ്ലോക്ക് ബസ്റ്റർ സാധനമാണ്, അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റുന്ന സാധനം. പക്ഷെ അതിൻ്റെ അത്ര വന്നില്ലെങ്കിലും അവർ ഹിന്ദിക്ക് വേണ്ടി ചെയ്ത സാധനമുണ്ട്. ഇല്ല ഇത് കൊള്ളാം. ഇത് സ്ക്രീൻ പ്ലേ നല്ല മാറ്റമുണ്ട്. അതേ പാറ്റേണല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ക്യാപ്ഷൻ, ഡെഡിക്കേറ്റഡ് ടു ഓൾ ഫാദേഴ്സ് എന്നും പറഞ്ഞ്. ആ ഒരു സംഭവം കൊള്ളായിരുന്നു. वरुण धवन का सुपर मूवी, सबसे ज़्यादा वरुण धवन का वही फिल्म मुझे अच्छा लगा है. नेक्स्ट में सलमान खान आया था. सलमान खान भी आई लव यू बहुत अच्छा मूवी है. छोटा एक बच्चा था, फैमिली हिस्ट्री, वो भी अच्छा है. हिंदी मलयालम मिक्सिंग है, अच्छा लगा. हमको भी थोड़ा बहुत मलयालम समझ में आता है, हिंदी भी समझता हो. और ओके अच्छा है, बहुत अच्छा लगा भाई, बहुत फर्स्ट क्लास सुपर हिट मूवी. बहुत अच्छा लगा मूवी, बहुत नाइस, सुपर डुपर हिट होगा. वरुण धवन का लाइफ का सबसे पहली मूवी, मुझे अच्छा लगा. मैं देखा, बहुत अच्छा लगा मूवी, बहुत अच्छा लगा भाई. आई लव यू वरुण धवन सो मच, बहुत अच्छा लगा. आई लव यू वरुण धवन सो मच, बहुत अच्छा लगा. मतलब दोनों कंपेयर किया है, मतलब साउथ का कुछ लिया है, मतलब नॉर्थ का कुछ लिया है, सब मिला के लिया है. बहुत अच्छा लगा मेरे को, बहुत अच्छा लगा मूवी. थैंक यू सो मच भाई, लव यू.